നമസ്കാരം. നിങ്ങളുടെ കൈവശമുള്ള ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞതോ കഴിയാൻ പോകുന്നതോ ആണോ? ലൈസൻസ് പുതുക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? പരിഹാരമുണ്ട്. നേരിട്ട് പേപ്പറുകളുമായി ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ ലൈസൻസ് പുതുക്കി കിട്ടുന്നതാണ്. ഈ ഒരു സൗകര്യം ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് പ്രവാസികൾക്കാണ്. നേരത്തെ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരുന്നത്. നാട്ടിലെത്താൻ കഴിയാതെ ടെസ്റ്റുകളൊന്നും ചെയ്യാനാകാതെ ലൈസൻസ് എക്സ്പയർ ആയി പോകുന്നതായിരുന്നു പതിവ്. അതിനാണ് ഒരു അറുതി വന്നിരിക്കുന്നത്. വിദേശത്ത് നിന്ന് എങ്ങനെ നാട്ടിലുള്ള ലൈസൻസ് പുതുക്കാം? സാധാരണയായി ഏജന്റുമാരെ ആശ്രയിക്കുകയായിരുന്നു നമ്മുടെ രീതി. എന്നാൽ കയ്യിലൊരു മൊബൈലും ഇന്റർനെറ്റും മാത്രം മതി. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. RT ഓഫീസുകളിൽ നേരിട്ട് പോകാതെ പുതുക്കാനുള്ള സൗകര്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് തന്നെ ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ലൈസൻസ്, വാഹന രജിസ്ട്രേഷന്റെ വിശദ വിവരങ്ങൾ എല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ് പോർട്ടലിൽ ലഭ്യമാണ്. www.parivahan.gov.in എന്ന വെബ് പോർട്ടൽ വഴി നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പരിവാഹൻ സൈറ്റ് തുറക്കുക ആദ്യം. അതിൽ വാഹൻ എന്ന ഭാഗം വാഹന സംബന്ധമായും സാരഥി എന്നത് ലൈസൻസ് സംബന്ധമായുമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ സാരഥി ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുക്കുക. അതിൽ ലൈസൻസ് നിങ്ങൾ കരസ്ഥമാക്കിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടേത് സ്വാഭാവികമായിട്ടും കേരളയാണ്. അപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിൽ DL സർവീസ്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ലൈസൻസ് നമ്പർ, ജനന തീയതി എന്നിവ ചോദിക്കുന്ന സ്ഥലത്ത് അവ കൃത്യമായി നൽകുമ്പോൾ ലൈസൻസ് ഉടമയുടെ വിശദാംശങ്ങൾ സ്ക്രീനിൽ തെളിയും. വിവരങ്ങൾ ശരിയാണെങ്കിൽ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ തിരഞ്ഞെടുക്കുക. ശേഷം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും പിന്നീട് വരുന്നത്. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുക. അപ്പോൾ തന്നെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ നമ്പർ SMS ആയിട്ട് വരുന്നതായിരുന്നു. ഇതിന് പിന്നാലെ കുറച്ച് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്രൂവ് ചെയ്ത കണ്ണു പരിശോധന സർട്ടിഫിക്കറ്റ്, 40 വയസ്സിന് മുകളിലാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നിലവിൽ കൈവശമുള്ള ലൈസൻസ് തുടങ്ങിയവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. വിദേശത്തുള്ള പ്രവാസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റോ അംഗീകരിച്ച ഡോക്ടർമാരാകണം നിങ്ങളുടെ കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തിരിക്കേണ്ടത്. ഇതിനെല്ലാം ശേഷം ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പണം അടയ്ക്കാൻ അവസരമുണ്ട്. UPI രീതിയോ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയോ നിങ്ങൾക്ക് പണം അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ വഴി നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്നും നിങ്ങൾക്ക് പിന്നീട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആദ്യം ലഭിച്ച 50 അപേക്ഷകൾ എന്ന നിലയിൽ പരിശോധിച്ച ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ അധികൃതർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചോ അല്ലെങ്കിൽ നിരസിച്ചോ എന്ന സമയബന്ധിതമായി തന്നെ അറിയാൻ കഴിയും. ഓരോ ഘട്ടങ്ങളും SMS വഴി നിങ്ങളെ അധികൃതർ അറിയിക്കുന്നതായിരിക്കും. പ്രവാസികളെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യം എന്തെന്നാൽ ലൈസൻസ് എക്സ്പയർ ആയി കഴിഞ്ഞ 1 വർഷം വരെയുള്ള കാലയളവിൽ ടെസ്റ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റും എന്നുള്ളതാണ്. നേരത്തെ ടെസ്റ്റ് നിർബന്ധമായിരുന്നു. ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിലാണെങ്കിൽ റോഡ് ടെസ്റ്റ്, ഗ്രൗണ്ട് ടെസ്റ്റ് എന്നിവ നടത്തണമായിരുന്നു. എന്തായാലും പുതിയ പരിഷ്കാരം ഉപയോഗിക്കുന്നത് വഴി RTOകളിൽ കയറിയിറങ്ങുക എന്ന വലിയ ചടങ്ങുകൾക്ക് കൂടിയാണ് വിരാമമായിരിക്കുന്നത്.